ഇത് ഒരു 100-110 വീട്ടുകാരുണ്ടാവും. വീടുകളുണ്ടല്ലേ? അപ്പോൾ ഈ കൊടും കാടിനുള്ളിൽ എന്തോരം വീടുകളാണെന്ന് നോക്കി. കണ്ട ആ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ്, ഈ ഒരു നിരയിൽ ഒത്തിരി വീടുകളുണ്ട്. ഇവിടെ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട്. ആന മാത്രമല്ല കേട്ടോ, ഇവിടെ പുലിയും കടുവ അങ്ങനെയുള്ള ഈ മൃഗങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഇവരെ സമ്മതിക്കണം. ഈ വനത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കണ്ടം കൃഷി ഉണ്ടെന്ന് ഒരിക്കലും വിചാരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൃഷിസ്ഥലം നമുക്ക് കാണാൻ പറ്റും. മലയാറ്റൂരിൽ നിന്ന് പോരുമ്പോഴത്തേനും ഒട്ടും താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പോവോ, താമസമില്ലാതെ മൊത്തം കാട് കയറി കിടക്കും കേട്ടോ. കാരണം നമുക്കറിയാം ഒരു വീടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എത്രത്തോളമാണെന്നറിയാം. അതുപോലെ തന്നെ ഉപേക്ഷിച്ച് പോകുമ്പോഴുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നിങ്ങളിൽ അധികം പേർക്ക് അറിയാത്തൊരു ഗ്രാമത്തിലേക്കാണ്, കണ്ണിമംഗലം ഗ്രാമം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ അകത്തുള്ള പാണ്ടുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ പാണ്ടുപാറയും കണ്ണിമംഗലം ഒക്കെ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളാണ്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാറ്റൂർ അടിവാരത്തു നിന്ന് കണ്ണിമംഗലം, പാണ്ടുപാറ, കാലടി പ്ലാന്റേഷൻ, വെറ്റിലപ്പാറ എന്ന അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ്. ഇതിലേക്ക് നമ്മൾ ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ളതാണ് കാലടി പ്ലാന്റേഷൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ മലയാറ്റൂർ അടിവാരത്തു നിന്നാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇന്ന് പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പാണ്ടുപാറയിൽ നിന്ന് പുറകോട്ടാണ് പോകുന്നത്. അതായത് പാണ്ടുപാറയിൽ നിന്ന് കണ്ണിമംഗലം ഗ്രാമം ചെന്ന് മലയാറ്റൂർ അടിവാരം വഴി അങ്ങനെയാട്ടോ പോകുന്നത്. ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ്. ഇതുണ്ട് ഈ ഒരു സൈഡിൽ ഫെൻസിങ് കൊടുത്തേക്ക് നോക്കി. ഇലക്ട്രിക് ഫെൻസിങ് ആണോ? തൊട്ട് നോക്കണോ? വേണ്ട, നല്ലൊരു ഷോക്ക് കൊണ്ട് കിട്ടിയ പിന്നെ അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഫെൻസിങ് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയാണ്. നല്ല ഷോക്ക് ഉണ്ടായിരിക്കും. ഇതിപ്പം അതിൻ്റെ വേറെ കണക്ഷനൊന്നും കാണുന്നില്ല. ഇത് അങ്ങോട്ടേക്ക് ഒരു വഴി കിടക്കുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക്. അപ്പോൾ ആ ഒരു വഴിയിലേക്ക് ആരും കയറാതിരിക്കാൻ വേണ്ടി ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പശുക്കൾ ഇതിൻ്റെ അകത്തൊക്കെ, നൂറുകണക്കിന് പശുക്കൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ ആയിട്ട് കിടക്കുന്നത് കാണാം. അതുകൊണ്ട് റോഡിൽ നോക്കി പശു ചാണകം ഇട്ട് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് തന്നെ. ഈ പാണ്ടുപാറ ഗ്രാമത്തിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു ലയങ്ങളൊക്കെ ആണ്, നമുക്ക് ഈ എസ്റ്റേറ്റിലൊക്കെ പണിയെടുക്കുന്നവരുടെ. അപ്പോൾ അവർ വളർത്തുന്ന പശുക്കളാണ്. അതും അത്രയും പശുക്കളെയൊക്കെ ഒരുമിച്ച് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഈ റൂട്ട് വരുമ്പോൾ മാത്രമാണ് കണ്ടേക്കുന്നത്. ഇവിടെയൊക്കെ തീ അപകടം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫയർ ലൈൻ ഇടുവർ. ഇപ്പോൾ ഈ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഈ കരിയിലെല്ലാം കൂടെ മൊത്തം ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു തീപ്പൊരി വീണാൽ മതിയില്ല മൊത്തം കത്തിപ്പോകാനായിട്ട്. അതുകൊണ്ട് ഇവർ സൈഡൊക്കെ മൊത്തം ഇവർ ക്ലീൻ ചെയ്ത് ഇടുന്ന കേട്ടോ. അതുകൊണ്ട് ഇവിടെ മുന്നറിയിപ്പൊക്കെ ആയിട്ട് പോസ്റ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലവർ ഈ സിഗരറ്റും വീഡിയൊക്കെ വലിച്ചിട്ട് ഒന്നൊരു തീപ്പൊരി ജസ്റ്റ് ഒന്ന് ചാടിയാൽ മതി, മൊത്തം കത്ത് പിടിച്ച് പോകും. നമ്മൾ ഈ ഒരു വേനൽ സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ. കണ്ട, കണ്ണിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ, പാണ്ടുപാറ. കണ്ണിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനാണ്. ഈ ഒരു സ്ഥലം പാണ്ടുപാറ ആയതുകൊണ്ടാണ് പാണ്ടുപാറ എന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാം ആ ഒരു സൈഡിലൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. നമ്മൾ കാലടി പ്ലാന്റേഷനിലൊക്കെ കാണുന്ന പോലെയുള്ള റബ്ബർ തോട്ടങ്ങളാണ്. ഏകദേശം ഇവിടുന്ന് ഒരു പ്ലാന്റേഷൻ്റെ ഏരിയയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പം കുറച്ച് വീടുകളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഇതൊരു ഗ്രാമമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെ, ഈ ഒരു ഭാഗത്തൊക്കെ കുറേ വീടുകളുണ്ട്. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഞാൻ പശുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നത്. പശുവിനെയൊക്കെ രാത്രിയിൽ കൊണ്ട് കെട്ടുന്ന സ്ഥലമാണോ. കണ്ടോ, ഓരോ ഇങ്ങനെ കുറ്റി അടിച്ച് വെച്ചേക്കണേ കല്ലിൽ, അവിടെയാണ് കെട്ടുന്നത്. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് തൊഴുത്തായിട്ടൊന്നുമില്ല, കാരണം ഒത്തിരി പശു ഉള്ളതുകൊണ്ട് അവരിങ്ങനെ കേട്ടോ. അവിടെ ഒരു വീടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ, ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട്. ഇതുണ്ടോ റബ്ബർ തോട്ടം കണ്ടോ, അവിടെയൊക്കെ ഒരു ഫെൻസിങ് കൊടുത്തേക്കണുണ്ടോ. അപ്പോൾ ആന ഉണ്ട്, ആന ഇങ്ങ് വരാതിരിക്കാനായിട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചെറിയ 1-2 കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന കടകളാണ്, അതൊന്നും തുറന്നിട്ടില്ല. അവിടെ ഒരു കടയെ കാണാം. കടയും വീടോടെ ചേർന്ന് കേട്ടോ, വീട്ടുകാർ തന്നെ നടത്തുന്ന കടകളായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കുറേ വീടുകളൊക്കെ, ഇതൊരു ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം. അവിടെ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പാണ്ടുപാറ. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു പള്ളി കേട്ടോ, അങ്ങ് അതുപോലെ കാണുന്നത്. ഈ റോഡൊക്കെ ഇപ്പോൾ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വന്നപ്പോഴത്തേനും മൊത്തം കുഴിയൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. എന്തായാലും ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല നിലവാരമുള്ള റോഡുകളാട്ടോ. കോടികൾ മുടക്കി പണിതേക്കുന്ന റോഡുകളാണ്. ഇത് കണ്ടാൽ നമുക്കറിയാം. ഇത് കണ്ടോ, ഞാൻ വണ്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചേ ഉള്ളൂ. ടാറിൻ്റെ ഭാഗം കുഴിഞ്ഞു പോയേക്കണുണ്ടോ. ഇത് നോക്കി, ഇതൊക്കെ വെറുതെ മണ്ണെടുത്തിട്ടേക്കണം പോലെയുള്ള റോഡുകൾ. വെറുതെ അല്ലേ ഈ റോഡുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത്. ഇവിടെയൊക്കെ നേരത്തെ മൊത്തം കുഴിയായിട്ട് കിടന്ന കേട്ടോ. എന്തായാലും നല്ല ഉത്തരവാദിത്തപ്പെട്ട ആരോ ചെയ്തേക്കുന്ന വർക്കാണെന്ന് ഒരു സംശയമില്ലാതെ പറയാം കേട്ടോ. ഇത് ഒരു 100-110 വീട്ടുകാരുണ്ടാവും. വീടുകളുണ്ടല്ലേ. പ്ലാന്റേഷന്റെ ഏരിയ അല്ലേ ഈ റബ്ബറൊക്കെ? അതെ. ഞാൻ ഇറങ്ങി വരും കൂടെ ഫെൻസിങ് പലവട്ടം വന്നിട്ടുണ്ട്. അതാണ് മൊത്തം ഫെൻസിങ് ഇട്ടേക്കണേ ഇവിടെ. ആന മാത്രമേ ഉള്ളോ? വേറെ ആനയുണ്ട്, കടുവ, അങ്ങനെ അണ്ണാൻ, മലയണ്ണാൻ, കടുവേനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വനത്തിലുണ്ട്, പശുക്കളൊക്കെ പിടിക്കാറുണ്ട്. അവിടെ കുറെ പശുക്കളൊക്കെ ഞാൻ പോകുമ്പോഴേ അവിടെ കുറെ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് കിടക്കണ അയച്ചു. അപ്പൊ അതുങ്ങളെ പല പ്രാവശ്യമായിട്ട് പലരും പിടിച്ചിട്ടുണ്ട് അങ്ങനെ. അതെല്ലേ. ഈ പശുക്കളെല്ലാം ഒരു വീട്ടിൽ എത്ര പശുക്കളൊക്കെ വെച്ചിട്ടുണ്ട്? ഒരു വീട്ടില് മിക്ക വീട്ടിൽ തന്നെ പശുക്കളുണ്ട്. പശുവൊക്കെ ഈ വനപ്രദേശം ആയതുകൊണ്ട് പശുക്കളൊക്കെ വളർത്തി ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് റബ്ബർ അങ്ങനെ ഞാൻ ഓർക്കും ചെയ്തു, കാരണം ഇത്രയും പശുക്കളെ വേറെ കണ്ടിട്ടില്ല. അത്ര ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ ഈ സമയത്തുകൊണ്ടാണ് പശുക്കൾ. സമയത്ത് പശുക്കള് മേയാൻ പോയേക്കാണ്. ഒരു 5 മണി കഴിഞ്ഞിട്ടൊക്കെ തന്നെ വന്നോളൂ. അപ്പൊ അതിന്റെ കിടാക്കളൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ടാവും, വരും.
അങ്ങനെ ഉപദ്രവം മൃഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടല്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആന ഉണ്ടല്ലോ ഏരിയയില്. എന്നാലും ഞാൻ വച്ചറ ജോലി ചെയ്യുന്ന ആളാണ്. എന്നാലും ശല്യം നൈറ്റ് ആണോ ഡ്യൂട്ടി? അല്ല, എപ്പോ വേണമെങ്കിലും 24 മണിക്കൂറും ഡ്യൂട്ടി പെടുന്ന ഒരു കാര്യമാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആന ഇറങ്ങുമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരാറുണ്ട്. അതെ അല്ലേ. അപ്പൊ ഈ ഏരിയയിൽ റബ്ബറിനൊപ്പം തന്നെ വ്യാപകമായിട്ട് കശുമാവ് കൃഷി ചെയ്യുന്നുണ്ടേ. ഇതുകൊണ്ട് മൊത്തം പൂത്ത് നിൽക്കുന്നതൊക്കെ. ഇപ്പൊ ഇതിന്റെ ഒരു വിളവെടുക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു ചൂട് ടൈമിലാണ് ഇതിന്റെ വിളവ്. നന്നായിട്ട് ഇത് കായ്ക്കും. ഇത് കണ്ടോ, റോഡിൽ കൂടെ അരഞ്ഞു കിടക്കാണ്ട്. അതുപോലെ തന്നെ കുറെ ജാതി കൃഷി, റബ്ബർ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൃഷി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പാണ്ടുപാറ ഗ്രാമത്തിൽ നിന്ന് നേരെ കണ്ണിമംഗലം ഗ്രാമത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് റബ്ബർ തോട്ടങ്ങളും അതുപോലെ തന്നെ കശുമാവിൻ്റെ കൃഷിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ആനച്ചാലാട്ടോ, ഒരു ആനത്താരയാണ്. ഇതിൽ ആന ഇറങ്ങി വരുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, എലിഫൻറ്റ് ക്രോസിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറച്ചുകൂടെ ഇതിപ്പോൾ ഫോറസ്റ്റ്, പക്കാ ഫോറസ്റ്റാണ്. ഇവിടെ നിലവിൽ വീടുകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് ആ ഒരു വീടുകളൊക്കെ കണ്ടു തുടങ്ങുന്നത് കണ്ണിമംഗലം ഗ്രാമത്തിലേക്ക് കയറുമ്പോഴാട്ടോ. അപ്പോൾ ഇവിടുന്നാണ് കണ്ണിമംഗലം ഗ്രാമം തുടങ്ങുന്നത്. അത് ചെറിയൊരു ജംഗ്ഷനാണ്. നമുക്ക് അതിലേക്ക് കുറേ ദൂരം അങ്ങ് പോകാം കേട്ടോ. അവിടെ ഒരു നല്ലൊരു ഗ്രാമമൊക്കെ ഉണ്ടെന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ണിമംഗലം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഓഫീസുകളൊക്കെയാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇത് ഈ കണ്ണിമംഗലം മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ളൊരു സ്ഥലം കേട്ടോ. പാണ്ടുപാറ എന്ന് പറയുന്നത് അയ്യമ്പുഴ പഞ്ചായത്തിൽ വരുന്നതാണ്. അപ്പോൾ 2 വഴിയുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂർ അടിവാരത്തേക്ക് കിടക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഈ റൈറ്റ്, ഞാനിത് ഈ വഴി പോയിട്ടില്ല, അതിൽ നമ്മളെപ്പോഴും സഞ്ചരിക്കുന്ന ഒരു വഴി തന്നെയാണ്. ഇതിലെ കുറച്ച് ഉള്ളിലേക്ക് പോയി നോക്കാം. ഈ വഴിയാണോ? ഒരു പാടശേഖരം ഇതിലേ അല്ലേ? ഓക്കെ. ഇതിലെ കുറേ ദൂരം പോണോ? വഴിയുണ്ടോ അങ്ങനത്തെ വരെ? കുഴപ്പമുണ്ടോ? മൃഗങ്ങൾ പ്രശ്നമുണ്ടോ ഈ സമയത്ത്? ആനയൊക്കെ ഉണ്ട്? അതെ, കുഴപ്പമില്ല അല്ലേ? ഈ കൊടും കാടിനുള്ളിൽ എന്തോരം വീടുകളാണ് നോക്കി. കണ്ട, ആ ഒരു സൈഡ് ഫോറസ്റ്റാണ്. ഈ ഒരു നിരയിൽ ഒത്തിരി വീടുകളുണ്ട്. ഇവിടെ ഒരു റേഷൻ കടയൊക്കെ ഉണ്ടേ. ഈ ആന ഇങ്ങ് വരാതിരിക്കാനായിട്ടാണ് ഫെൻസിങ് വെച്ചേക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ അതിൻ്റെ അകത്തും 2 നിര ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അഥവാ അത് കിടന്ന് വന്നാലും ഇങ്ങോട്ടേക്ക് കയറി വരാതിരിക്കാനായിട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ട ഒരു പാടശേഖരമൊക്കെ ഉള്ള സ്ഥലം ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ മതി അല്ലേ? ഒത്തിരി ദൂരം പോകണോ? അതെ അല്ലേ. നിങ്ങൾ എല്ലാവരും വീട് ഇവിടെ തന്നെയാണോ? അതെ. അതെ അല്ലേ. ഓക്കെ. ഇത് നേരെ കിടക്കുന്ന വഴി ഇങ്ങോട്ടാ? അയ്യമ്പുഴയ്ക്ക് വണ്ടികളൊക്കെ പോകുന്നതാണോ? ഓഫ് റോഡാണ്. അപ്പോൾ അവിടെ അങ്ങ് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണിമംഗലം എന്ന് പറയുന്ന ഗ്രാമം. ശരിക്കും പറഞ്ഞാൽ ഈ വനത്തിൻ്റെ അത് ഇത്രയും വീടുകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ജംഗ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തും വീടുകളുണ്ടെന്ന് മനസ്സിലായത്. ഈ ഒരു ഇവിടെ ഒത്തിരി വീടുകളുള്ളതാണ്. നമുക്ക് ആ റോഡ് സൈഡിലൊക്കെ മലയാറ്റൂർ പോകുന്ന റൂട്ടിലൊക്കെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക്, ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് വീടുകളുണ്ടാവുമെന്ന് നമ്മളങ്ങനെ വിചാരിക്കില്ല ഇതിൽ പോകുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഏരിയയിലൊക്കെ കുറേ വീടുകളുണ്ട്. നമുക്ക് ഈ ഒരു നിരയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒത്തിരി വീടുകൾ കാണാനായിട്ട് സാധിക്കും. എല്ലാ ആൾത്താമസമുള്ള വീടുകളാണ്. എല്ലാ വീട്ടിലും പശു ഉണ്ട് കേട്ടോ. തൊഴുത്തും പശുവിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവരൊരു മുഖ്യ തൊഴിലാട്ടോ. ആ ഒരു ചാണകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, ഈ വഴി നീള ചാണകമൊക്കെ ഇടുന്നിട്ട് അത് തൊഴുത്തിൽ നിന്നൊക്കെയുള്ള ഒരു ചാണകത്തിൻ്റെ ഒരു ഗന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം പിറകോട്ട് നമ്മുടെ മൈൻഡ് കൊണ്ടുപോകും. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് പശുവൊക്കെ ആയിരുന്നു, എല്ലാ വീട്ടിലും പശുവൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു തൊഴുത്തിൻ്റെ ഒക്കെ അടുത്ത് തന്ന ഒരു ഫീലാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ചെന്നാലാണ് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് വീടുകളുണ്ട് ഈ ഏരിയയിൽ. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇത് കണ്ടോ, ഫെൻസിങ് കൊടുത്തേക്കണം. നോക്കി, പ്ലാന്റേഷനാണ്, റബ്ബർ തോട്ടമാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഈ മൃഗങ്ങളുടെ നടുക്ക് എങ്ങനെയല്ലേ ഇവർ താമസിക്കുന്നത്. ഈ ആന മാത്രമല്ല കേട്ടോ, ഇവിടെ പുലിയും കടുവ, അങ്ങനെയുള്ള കടുവയുണ്ടോയെന്ന് അറിയില്ല, പുലിയൊക്കെ എന്തായാലും ഉണ്ട്. ഈ കണ്ണിമംഗലം ഏരിയയിൽ പുലിയൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞ് പല വാർത്തകളൊക്കെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ മൃഗങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഇവരെ സമ്മതിക്കണം. അപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഫോറസ്റ്റ് ആണല്ലോ. നമ്മളെ മനുഷ്യരെക്കാളും കൂടുതൽ അവകാശം മൃഗങ്ങൾക്ക് തന്നെയാണ്. നമ്മൾ ആ ഒരു ഏരിയയിൽ വന്ന് താമസിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വീടുകളൊക്കെ ആണെന്നുണ്ട് നമുക്ക് ഈ ഒരു വഴി അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കണ്ടം കൃഷി ചെയ്തേക്കണതാണ് കേട്ടോ. ഈ വനത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കണ്ടം കൃഷി ഉണ്ടെന്ന് ഒരിക്കലും വിചാരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൃഷി സ്ഥലം നമുക്ക് കാണാൻ പറ്റും. മലയാറ്റൂരിൽ നിന്ന് പോരുമ്പോഴത്തേനും കണ്ണിമല ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും മേളിൽ നിന്ന് കാണാം കേട്ടോ, ഈ ഒരു പാടശേഖരം കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്ന വഴി ഏതാണ്, എങ്ങനെയാണ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ടാണ് പോകണമെന്ന് അറിയില്ലായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങൾ കണ്ടോ, അതിൻ്റെ അക്കരയും കുറേ വീടുകളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇത് കാണുമ്പം പണ്ട് സ്കൂളൊക്കെ അടച്ച വെക്കേഷൻ ടൈമിലാണല്ലോ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാടങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു ഓർമ്മ കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിലും ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള പാടശേഖരങ്ങളിൽ പലതും ഇങ്ങനെ ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ആരല്ല പിള്ളേരൊക്കെ വെയിലും കൊണ്ടൊക്കെ ഫുട്ബോളും ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് വരുമോ. അപ്പം അങ്ങനെയൊക്കെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അനാഥമായിട്ട് കിടക്കുന്ന പാടശേഖരങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ ഇവിടെ ഈ തോടൊക്കെ ഉണ്ടല്ലോ മൊത്തം വറ്റി വരണ്ട് കിടക്കുകയാണ്. ഒരു ചെറിയൊരു കുളമുണ്ട് അവിടെ, കുളമാണെന്ന് തോന്നുന്നു. ആ ഒരു കുളമാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇതിൽ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ചുട്ടുകൊള്ളുന്ന വേനലായിട്ടും കണ്ടമാണല്ലോ, താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മോട്ടോർ വരെയൊക്കെ ഉണ്ട്. ഈ വെള്ളം ഈ കൃഷിയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കാം. അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. ആ ഒരു പച്ചപ്പുള്ള ടൈമിലൊക്കെ ഈ ഞാറൊക്കെ നടന്ന ആ ഒരു ടൈമിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും ഇവിടെ കാണാനായിട്ട്. അപ്പോൾ കണ്ണിമംഗലം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ കണ്ട് തീരുന്നില്ല. ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഗ്രാമത്തിൽ തന്നെ കാണാനായിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ വീടുകളാണ്. ഇതാണ് ഒരു മെയിൻ ബസ് റൂട്ടാട്ടോ. ഇവിടെ നമുക്ക് പെരുമ്പാവൂർ കാലടിയിൽ നിന്നൊക്കെ ഉള്ള ബസ്, അതിരപ്പള്ളി വെറ്റിലപ്പാറയ്ക്കൊക്കെ ബസ് സർവീസ് ഉണ്ട് ഇതിൽ. ആ ബസ്സൊക്കെ പോകുന്ന മെയിൻ റൂട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് നേരെ കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നേരെ നമുക്ക് മലയാറ്റൂർ അടിവാരത്തേക്കാണ് ഈ റോഡ് ചെല്ലുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് അടിവാരത്തേക്ക് അങ്കമാലിക്കൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇതും ഒരു ഗ്രാമത്തിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കുറേ വീടുകളും അവിടെ ഒരു അംഗൻവാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് അവിടെ ഒരു പള്ളിയുണ്ട്, കുറേ വീടുകൾ കാണാം കേട്ടോ. ആ ഒരു ഏരിയയിൽ കണ്ടോ, അത് തേക്കും തോട്ടമാണ്. അവിടെയും ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഈ വീടൊഴികെയുള്ള വീടിൻ്റെ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഗ്രാമത്തിലൊരു അങ്കണവാടിയാണ്. കുഞ്ഞുങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, അവരുടെ സൗണ്ട് കേൾക്കാം. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് എന്തായാലും പോകണ്ട. ഇത് അവിടെ ഒരു തോട്ടത്തിലൊരു പള്ളി നിൽക്കുന്നു. നോക്കി, ഈ പള്ളിയിലെ പെരുന്നാൾ ഇടയ്ക്കെങ്ങാണ്ട് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ മറ്റേ ഇത് കണ്ടോ, തോരണത്തിൻ്റെയൊക്കെ അതൊക്കെ കീറിയിട്ടേക്കണ കാണാം. ഇവിടെ ഒരു രൂപമൊക്കെ ഉണ്ട്. സെൻറ്റ് മാർട്ടിൻ ഡീപ്പ് ഫോറസ്റ്റ് ചർച്ച് കണ്ണിമംഗലം. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണല്ലോ. ചെറിയൊരു പള്ളിയാട്ടോ ഗ്രാമത്തിൻ്റെ നടുക്കായിട്ട്. നമ്മുടെ വാഗമണിലെ ലൂസിഫർ ചർച്ച് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു ഗേറ്റ് ഉണ്ട്, ഇങ്ങനെ കറക്കി തുറക്കുന്നത്. ആ ഗേറ്റ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു മുരളച്ചയോടെ കൂടെ ആട്ടോ തുറക്കുന്നത്. ഇത് കൺഫ്യൂഷനാവും ഇതെങ്ങനെ. ഓക്കെ നമ്മൾ പള്ളിമുറ്റത്തേക്ക് കയറി. അവിടെ ചെറിയൊരു സ്റ്റേജ് ഉണ്ട്. പിന്നെ അവിടെ ഒരു സ്കൾപ്ചറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പള്ളിയാട്ടോ. ഈ കോമ്പൗണ്ടിൻ്റെ അകത്തൊക്കെ വീടുകളുണ്ട്. ചെറിയൊരു സെമിത്തേരി. ഓക്കെ, അതുണ്ടോ, കുറച്ച് കല്ലറകൾ മാത്രമേ ഉള്ളൂ. ആൾക്കാർ വെള്ളം കോരുന്ന കിണറാട്ടോ. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും വഴി കാണുന്ന കിണറിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വെള്ളം കോരിയൊക്കെ കുടിച്ചിട്ടുണ്ട്. ആ കിണർ വെള്ളത്തിന് ഒരു ക്ലോറിൻ്റെ ടേസ്റ്റ്, ക്ലോറിൻ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ഒരു ടേസ്റ്റ്, ക്ലോറിൻ്റെ ചുവ പിടിക്കില്ല കേട്ടോ നമുക്ക്. പക്ഷെ ദാഹം മാറി. ഇവിടെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടുപോയായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ആളുകൾ താമസിക്കുന്ന വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാത്ത ആളുകൾ ഉപേക്ഷിച്ചു പോയ വീടുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് ഒരു തോട്ടത്തിൽ ഒരു വീട് നിൽക്കുന്ന നോക്കിയേ. ഇങ്ങനത്തെ കുറേ വീടുകൾ ഈ ഏരിയയിലുണ്ട്. പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ മലയാറ്റൂരിലെ ഉപേക്ഷിച്ച വീടുകളെ പറ്റിയൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആളുകളൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞ് പോയത്. അതിൻ്റെ കാരണമൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, അത്തരത്തിലൊരു വീട് നമുക്കിവിടെ കാണാം, ഒരു ഗേറ്റൊക്കെ ആയിട്ട്. ഇത് നോക്കി, കൂട്ടിക്കിടക്കണ തകർന്ന് കിടക്കണ വീടുകളാട്ടോ ഈ പറമ്പിൽ. അവിടെ കുറേ വീടുകൾ നമുക്ക് നല്ല വലിയ വാർത്ത കെട്ടിടങ്ങളൊക്കെ ആളുകൾ ഉപേക്ഷിച്ച് പോയേക്കായിരുന്നു ഈ ഏരിയയിൽ നിന്ന്. അതിൻ്റെ കാരണം വെച്ചാൽ ഒരു പാറമട കേട്ടോ. അവർ വലിയൊരു ആ ഒരു സൈഡിൽ വലിയൊരു പാറമടയുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആ ഒരു കോറി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ ഇവിടുന്ന് പോയതാട്ടോ. അത്ര അടുത്തായിട്ടില്ല പാറമട. അതും ഭയങ്കര ഈ ഒരു പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ പാറമട അത് അവിടെ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, അങ്ങോട്ടേക്കൊന്നും എൻട്രി ഇല്ല കേട്ടോ. പണ്ട് ഏരിയയിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പോയതാണ്. അതുകൊണ്ട് എന്തായാലും കൂടുതൽ നമ്മളൊരു ഇതിലേക്ക് പോകുന്നില്ല. എന്നാലും അന്ന് കാണിക്കാത്ത കുറച്ച് വീഡിയോകളൊക്കെ ഈ ഏരിയയിലുണ്ട്. ഞാൻ 1-2 വീഡിയോകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാ പാറമടയിലേക്ക് കിടക്കുന്ന വഴിയാണ്, അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കോറിയായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും ഓഫീസുകളൊക്കെയാണ്.
അതൊക്കെ മൊത്തം പ്രവർത്തിക്കാതെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ആ ഒരു സൈഡിലാണ് വീടുകളുള്ളത്. അവിടെയൊക്കെ ഒരു വലിയൊരു വീട്, ഒരു വാർക്ക കെട്ടിടം. ഇത് കണ്ടോ, വീട് കണ്ടോ? അപ്പോൾ ഈ നിരയിൽ വീടുകളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു കൂറ്റൻ പാറമട വരുന്നത്. പിന്നെ എങ്ങനെയല്ല ഇവിടെ താമസിക്കുന്നത്? നല്ല ഓർത്ത് നോക്കിയാൽ ഇത് കണ്ടോ, എന്തോരും എത്ര വലിയ വീടാന്ന് നോക്കി. ആ വാർക്ക വീടൊക്കെ അത്രയും വലിയൊരു വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ, ഒട്ടും താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രം പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പോവോ? ഉണ്ടോ, ഇപ്പോഴും ആ ഒരു വീടിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ കേടുപാടുകളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു കെട്ടിടം കണ്ടു കഴിഞ്ഞാൽ അറിയാം. അവിടെ ഒരു വലിയൊരു വീടുണ്ട്. എന്താ പറയുക, ഓർത്തൊക്കെ നമ്മുടെ ലൈഫിലൊരു എന്താ പറയുക, ഒരു വലിയൊരു സമ്പാദ്യമല്ല നമ്മളൊരു വീടൊക്കെ വയ്ക്കുക, വീടെന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ടോ, ആ വീട് കണ്ടോ? ഇതാണെന്ന് തോന്നുന്നു ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വീട്. ഓ, നല്ലൊരു വീട് കേട്ടോ. എൻ്റെ അമ്മോ, ഇതുണ്ടോ, താമസമില്ലാതെ മൊത്തം കാട് കയറി കിടക്കും കേട്ടോ. ഇവിടെ സൗകര്യങ്ങൾ കുറവ്, ഈ പാറമട ഒരു കാരണം. പിന്നെ മൃഗങ്ങൾ എല്ലാം കൊണ്ടും ഒക്കെ പോകുന്നതായിരിക്കും മിക്കവാറും. പിന്നെ ഇവിടെയുള്ള ഈ പിള്ളേരൊക്കെ ഇവിടെ വിദേശത്തൊക്കെ കുറേ ജോലിയൊക്കെ അന്വേഷിച്ച് പോയെന്നൊക്കെയാണ് പണ്ട് നമ്മൾ ആ ഒരു മലയാറ്റൂർ ആ ഒരു പ്രേത വീടുകൾ ചെയ്യാൻ വന്നപ്പം അവിടുത്തെ ഹരിദാസിയായിട്ടും പറഞ്ഞത്. എന്തായാലും ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാഴ്ചയാട്ടോ. ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ കിടക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഒരു വീടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എത്രത്തോളമാണെന്നറിയാം. അതുപോലെ തന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് ഒട്ടും പറ്റാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും. ഇതൊക്കെ ആ ഒരു കരിങ്കൽ കോറിയുടെ ക്രഷർ യൂണിറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആട്ടോ ഇവിടെ. ഇതൊന്നും പ്രവർത്തിക്കുന്നതല്ല. ആ പാറമട നിർത്തിയിപ്പം അതിൻ്റെ കൂടെ തന്നെ ഉപേക്ഷിച്ചേക്കുന്ന കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതുവഴി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളുണ്ട്, ഗുരുദേവൻ LP സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ താഴെ ഉണ്ട് കേട്ടോ. ആ വണ്ടി, ആ കാറ് പോകുന്ന ഒരു സ്കൂളിലേക്കാന്ന് തോന്നുന്നു. ഓ, അപ്പോൾ ആ വഴി നമ്മളിങ്ങ് ഇറങ്ങി വന്നത് ഒരു മെയിൻ റോഡിലേക്കാണ്. ഇവിടേക്ക് ഒത്തിരി വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും വീടുകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ആ ഒരു റോഡ് സൈഡിലുള്ള ഒരു പാറമട ചേർന്നിരിക്കുന്ന വീടുകളൊക്കെയാണ് ആളുകൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകൾ ഈ ഏരിയയിലുണ്ട്. ഇവിടെ ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട്. ആ താഴെ കാണുന്നതാണ് സ്കൂള്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നില്ല. അതൊക്കെ ഇവിടെ കൊച്ചു കുട്ടികളൊക്കെ അതിലെ കളിച്ച് കിടക്കണ്ടാകും മുറ്റത്തോടെ. LP സ്കൂൾ കണ്ണിമംഗലം. അപ്പോൾ ഇവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു SNDPയുടെ സ്കൂളാണ് നമ്മൾ താഴെ കണ്ടത്. ഇവിടെ അടച്ചിട്ടൊക്കെ വേണം, വിശേഷ ദിവസങ്ങളിലൊക്കെ ആണ് ഇവിടെ പൂജയൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ മലയാറ്റൂരിലെ പ്രേത വീടുകൾ, നമ്മുടെ വൈറൽ വീഡിയോ ആയിട്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ച അന്ന് നമ്മൾ ആദ്യം ഒരു അമ്പലം കണ്ടിട്ടില്ലായിരുന്നോ, കണ്ണിമംഗലം ഭഗവതി ക്ഷേത്രം. ആ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉത്സവമാട്ടോ. ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളന്ന് അപ്പുറേ ഒരു സൈഡിൽ നിന്നാണ് അമ്പലത്തിലേക്ക് കയറി വന്നത്. ഇവിടെ മൊത്തം തോരണങ്ങളിലൊക്കെ ഉണ്ടോ, ആ ഒരു തോരണങ്ങളൊക്കെ വഴിയിൽ കിടക്കുന്ന കാണാം. അപ്പോൾ അമ്പലത്തിലേക്ക് കിടക്കുന്ന വഴിയാണ് ഇത്. നമ്മൾ അപ്പുറ സൈഡിൽ നിന്നായിരുന്നു അമ്പലത്തിലേക്ക് കയറി വന്നത്. ഇതിലെ അമ്പലത്തിലേക്ക് പോകാട്ടോ. അങ്ങനെ രാവിലെ ഇതിലെ കടന്നു പോയപ്പം പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് കിടക്കുന്ന വഴിയാണ്. ഇതിൽ വണ്ടിയൊന്നും കയറി പോരില്ല. വണ്ടിയൊക്കെ വരുന്ന വഴി നമ്മൾ അന്ന് കയറിയ ഒരു വഴി അതിലായിട്ട് പോരുള്ളൂ. ആളുകളൊന്നും ഉത്സവമായിട്ടില്ലേ. അപ്പോൾ ഇതാണ് കണ്ണിമംഗലം ക്ഷേത്രം. നമ്മൾ അന്നത് ആ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തോടെ ഇതിലല്ലേ വന്നത്. ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. മൊത്തം ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങൾ മൊത്തം അലങ്കരിച്ചിട്ടേക്കുണ്ട്. അതാണ് ക്ഷേത്രം. ആ അമ്പലത്തിൽ നമ്മൾ ചെന്ന കറക്റ്റ് ടൈമിൽ പാട്ട് വെച്ച് അത് നല്ല ലൗഡായിട്ട്. അതാണ് അധികം അവിടുന്ന് വീഡിയോ എടുക്കാത്തത്. ചിലപ്പം നമ്മുടെ ഒരു വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ വേറെ കാഴ്ചകളൊന്നും അവിടെ ഇല്ല, അമ്പലമുള്ളൂ. പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ പണ്ട് നമ്മൾ വന്ന് ചെയ്ത പ്രേത വീടുകളൊക്കെ കാണാം. അന്ന് ആ ഒരു വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ കാണിച്ചതാണല്ലോ.
അതുകൊണ്ടാണ് വീണ്ടും പോകാത്തത്. അങ്ങനെ വന്നിപ്പം മലയാറ്റൂർ അടിവാരത്ത് വന്നേക്കുവാണ്. ഇപ്പം ഇവിടെ മലയാറ്റൂർ സീസണായി വരുന്നുണ്ട്. സീസണാണ് ഇപ്പം, ആക്ച്വലി ഇപ്പം 50 നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ അതിൻ്റെ ഒരു തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല. രാവിലെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും, കാരണം അടുത്ത ഏപ്രിൽ ആദ്യത്തേക്ക് ആഴ്ച പോലെ നല്ല തിരക്കായിരിക്കും. ആ ഒരു തീർത്ഥാടനത്തിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും ആ ഒരു സീസൺ ടൈമിൽ ഒന്നുകൂടെ എന്തായാലും മലയാറ്റൂർ തന്നെ വരണം. വേറെ കാഴ്ചകളൊന്നും തൽക്കാലം നമ്മൾ ഈ ഒരു മലയാറ്റൂരിലെ കാഴ്ചകളിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഞാൻ വേറെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഒരു മാർക്ക് കണ്ട, കഴിഞ്ഞ ദിവസം എനിക്ക് വാഗമണിൽ പോയിട്ട് സൺബേൺ അടിച്ച് കിട്ടിയതാണ്. അത് നല്ല രീതിയിൽ പൊള്ളി പോയിട്ടോ, നല്ല നീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനാൽ ഇപ്പുറത്തേക്ക് ആം സ്ലീവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ കിട്ടിയില്ല. ആ ഒരു ഗ്യാപ്പ് വന്നെടുത്ത് കറക്റ്റ് അടിച്ച് കിട്ടി. ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം കേട്ടോ, നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അതുകൊണ്ടാണ് സൈക്ലിങ് മാക്സിമം കുറച്ച് വെച്ചേക്കുന്നത്. ഇത് അത്ര ചൂടല്ല, ഒന്നും ആയിട്ടില്ല. ഇനി ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ ഡബിൾ ഇരട്ടി ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്യാനാണെന്ന് തോന്നുന്നു, മൂടിക്കെട്ടി വരുന്നുണ്ട്. 2-3 ദിവസമായിട്ട് വേനൽ മഴയൊക്കെ ഉണ്ടല്ലോ, മഴ പെയ്യട്ടെ, എന്നാലാണ് ചൂടിന് ചെറിയൊരു ശമനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. എന്തായാലും നമ്മുടെ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.